Dear students, welcome to Harvest Online Classes. നമ്മൾ ഇന്ന് ബയോളജിയിലെ കുറച്ച് ചാപ്റ്റേഴ്സ് അതിൻ്റെ ഒരു ക്രാഷ് കോച്ചിങ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന വീഡിയോയിനോട് അസോസിയേറ്റ് ചെയ്തുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ലഭിക്കും. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യനും അതിനോട് അസോസിയേറ്റ് ഉള്ള തിയറിയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ്, +2 എക്സാമൊക്കെ കഴിഞ്ഞവരാണ്. ഇപ്പം നിങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടാവും ഈ ചാപ്റ്ററൊക്കെ. അതായത് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കുകളാണ് നമ്മൾ തുടക്കത്തിലെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ എല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ വൈസാണ് നമ്മളത് ചെയ്യുന്നത്. ആ നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ നീറ്റിൻ്റെ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ഉള്ള തിയറി പറയുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്രാഷ് കോച്ചിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, NCERT ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിൽ പിക്ചറുകളും ഗ്രാഫുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി ലൈൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരമാവധി കളക്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഇന്നിവിടെ ക്വസ്റ്റ്യനും അതിൻ്റെ ഡിസ്കഷനുമാണ് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ വീഡിയോയിനോട് അസോസിയേറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 360 മാർക്കിന് ബയോളജി ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ടോട്ടൽ 720ൽ നീറ്റ് എക്സാമിന്. അപ്പോൾ ആ 360 മാർക്ക് 360 നമുക്ക് കിട്ടണമെങ്കിൽ NCERT നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി ലൈന് ദെൻ സമ്മറി പഠിക്കണം. ദെൻ പിന്നെ ഓരോ യൂണിറ്റ് മുമ്പായിട്ട് ഓരോ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ +1 +2 കൊണ്ട് 10 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 10 യൂണിറ്റ് മുമ്പായിട്ട് 10 സയൻറ്റിസ്റ്റുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടെസ്റ്റിൽ എന്താണുള്ളത് ആ ടെസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് തുടക്കുന്ന രീതിയിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ, അതായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലാണ് നമ്മൾ ബോട്ടണിയിലെ ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നോക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ പ്രൊപ്പഗേറ്റഡ് ത്രൂ അണ്ടർഗ്രൗണ്ട് റൂട്ട് അല്ലേ? അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അതിൽ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നാച്ചുറലുണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും, കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നാച്ചുറലാണെങ്കിൽ ഏതാ? ബൈ സ്റ്റെം, റൂട്ട്, ലീവ്സ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സ്റ്റെമ്മുമായിട്ട് റൂട്ടായിട്ട് ലീഫൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ? അപ്പോൾ സ്റ്റെമ്മിൽ നിങ്ങൾ പഠിച്ച ഏതൊക്കെയാണ്? ബ്രയോഫിലം. അത് ലീഫിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബ്രയോഫിലം, കലാഞ്ചു, ബിഗോണിയ അല്ലേ? സ്റ്റെമ്മുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഏത്? റൈസോം, കോമ്, ട്യൂബർ, ബൾബിൽ, ഓഫ്സെറ്റ് അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുരായ, ഡാലിയ, ഡാൽബർജിയ, ടപ്പിയോക്ക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ പ്രൊപ്പഗേറ്റഡ് ത്രൂ അണ്ടർഗ്രൗണ്ട് റൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. നോക്കുക. ബ്രയോഫിലം ആൻഡ് കലാഞ്ചു അതെല്ലാം നമുക്കറിയാം. കാരണം എന്താ? ബ്രയോഫിലം ആൻഡ് കലാഞ്ചു ഏതാ? അണ്ടർഗ്രൗണ്ട് റൂട്ടോ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മോ ഒന്നും അല്ല. ഏതാണ്? ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്, ഇല മുളച്ചികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത് ജിഞ്ചർ, പൊട്ടറ്റോ, ഒനിയൻ, സാമിങ്കാന്ത് അല്ലേ? അപ്പോൾ ജിഞ്ചർ, പൊട്ടറ്റോ, ഒനിയൻ, സാമിങ്കാന്ത് എല്ലാം ഏതാ? സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ നടന്നിട്ട് സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ബി ആൻസറും അല്ല. പിന്നെയുള്ള നോക്കാം, പിസ്റ്റിയ, ക്രൈസാന്തമം, പൈനാപ്പിൾ അല്ലേ? അപ്പോൾ അതും അല്ല, അതും സ്റ്റെമ്മുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെ തന്നെയാണ്. പിന്നെ ഉള്ളത് സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ? അസ്പരാഗസ്, ടപ്പിയോക്ക, ഡാലിയ ഇല്ലേ? അപ്പോൾ ആ സ്വീറ്റ് പൊട്ടറ്റോ, അസ്പരാഗസ്, ടപ്പിയോക്ക, ഡാലിയ ഇങ്ങനെയൊക്കെയുള്ളതിൽ കൃത്യമായിട്ട് അണ്ടർഗ്രൗണ്ട് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ആൻസർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഡി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പാർട്ട് പഠിച്ചത് ഓർത്തിരിക്കുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ രീതിയാണ് അല്ലേ? ഹയർ ആയിട്ടുള്ള ആനിമൽസിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, പക്ഷേ ഹയർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഏതുണ്ട്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഹയർ ആയിട്ടുള്ള ആനിമൽസിൽ എസെക്ഷലിന് പകരം നടക്കുന്ന ഏതാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഹയർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലവറൊക്കെ ഉണ്ടായി, ഫ്ലവർ പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ കടന്ന് സീഡൊക്കെ ഉണ്ടായി, സീഡിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് സെക്ഷലാണ്. പക്ഷേ എസെക്ഷൽ എന്ന് പറയുമ്പോൾ ഏതാ? വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെമ്പ്, ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, ആസ്പരാഗസ്, ടപ്പിയോക്ക, ഡാലിയ. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊന്നും അതിനോട് ചേർന്ന് പോകുന്നത്. അപ്പോൾ ആൻസർ ഏതാ? ഡോഗ്, ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ദെൻ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്ത് നോക്കാം. വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഫ്ലവറിങ് പ്ലാന്റ്. ഫ്ലവറിങ് പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്ത്
ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത് നോക്കുക. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. രണ്ടാം സെൻറ്റൻസ് നോക്കുക. ഓവറി വോൾ ആഫ്റ്റർ സിൻഗമി കൺവേർട്ടഡ് ഇൻ പെരികാർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ. ദെൻ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ ഇതാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് 90 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 60 ക്വസ്റ്റ്യനോളം തന്നെ ഈ സെൻറ്റൻസ് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നന്നായിട്ട് NCERT വായിച്ച് പഠിച്ച് കുട്ടികൾക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. അല്ലേ, നമ്മൾ ആൻജിയോസ്പേമിലൊക്കെ പഠിച്ചാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓവറി എന്ന് പറയുന്ന പാർട്ട് എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഓവ്യൂൾ എന്ന് പറയുന്ന പാർട്ട് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അത് പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ശരിയാണ്. ദെൻ ഓവറി വോൾ ആഫ്റ്റർ സിൻഗമി. സിൻഗമി ഏതാ പ്രോസസ്? ഏതാ? ഫെർട്ടിലൈസേഷനാണ് അല്ലേ. അപ്പോൾ സിൻഗമി കൺവേർട്ടഡ് ഇൻ ടു പെരികാർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഓവറി വോളാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ട് വോളായിട്ട് മാറുന്നത്. ആ ഫ്രൂട്ട് വോളിന് വിളിക്കുന്ന പേരാണ് ഏതാ? പെരികാർപ്പ്. അപ്പോൾ ഈ പെരികാർപ്പ് എടുക്കുകയാണെങ്കിൽ പെരികാർപ്പിൽ 3 ലെയേഴ്സാണ് ഉള്ളത് അല്ലേ. നമുക്കറിയാം ഏറ്റവും പുറമെയുള്ള ലെയർ ഏതാണ്? എപ്പികാർപ്പ്. തൊട്ടുള്ളിലുള്ള ഏതാ? മീസോകാർപ്പ്. ഏറ്റവും ഉള്ളിലുള്ള ഏതാ? എൻഡോകാർപ്പ് അല്ലേ. ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് ലെയർ തന്നെയാണ് പെരികാർപ്പ്. അതിൽ കോക്കനട്ട് മാങ്കോയിലൊക്കെ ആണെങ്കിൽ ആ ഫ്രൂട്ടിനെ കോമൺ ആയിട്ട് എന്ത് വിളിക്കുന്നത്? ഡ്രൂപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. അതും പ്രീവിയസ് NEET എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓവറി വോൾ ആഫ്റ്റർ സിൻഗമി കൺവേർട്ടഡ് ഇൻ പെരികാർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് റൈറ്റ് ആണ്. പിന്നെ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ അല്ലേ. ഓവ്യൂൾ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ന്യൂസെല്ലസുമായിട്ട് റിലേറ്റ് ചെയ്ത എംബ്രിയോസാക്കിൻ്റെ അകത്ത് ഏതുണ്ടാവും? 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ ഉള്ള ഫീമെയിൽ ഗമീറ്റ് ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫീമെയിൽ ഗമീറ്റ് ഇരുന്ന പൊസിഷൻ എന്താണോ അതിൽ എന്തായിട്ട് മാറും? ആ പൊസിഷനിൽ എന്തായിട്ട് മാറും? സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും അല്ലേ. സൈഗോട്ട് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒക്കെ എൻഡോസ്പേമിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ. സെൻറ്റൻസ് റൈറ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ഡി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താ? നൺ ഓഫ് ദി എബോവ് അതാണ് കൊടുക്കാൻ. കാരണം എല്ലാ സെൻറ്റൻസും എന്താണ്? റൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കുക. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. സെൻറ്റൻസ് റൈറ്റ് ആണ്. ഓവറി വോൾ ആഫ്റ്റർ സിൻഗമി കൺവേർട്ട് ഇൻ ടു പെരികാർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ. സെൻറ്റൻസ് റൈറ്റ് ആണ്. സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂൾ. സെൻറ്റൻസ് റൈറ്റ് ആണ്. അവ നൺ ഓഫ് ദി എബോവ് അല്ലേ. അപ്പോൾ ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡി, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? റൈറ്റ് ആണ്. ദെൻ അടുത്ത് നോക്കാം. എക്സാമിൻ ദ ഫിഗർ A to D given below and select the right option in which the 4 structures are identified correctly. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പിക്ചർ നമുക്കറിയുന്നതാണ് ഏതാ? ഓഫ്സെറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ. പിസ്റ്റി ഐക്കോർണിയയിൽ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐക്കോർണിയ ക്രാസ്ലിപ്പസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഐക്കോർണിയ ഏതായിരുന്നു? കൊളവാഴ എന്ന് പറഞ്ഞ പ്ലാന്റ് അല്ലേ. പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു പിക്ചർ പ്രകാരം? അതായത് ബ്രയോഫൈറ്റിലെ ലിവർ ബഡ്സ് പറയുന്ന ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്താണ്. ആന്ത്രിഡിയോഫോർ, ആർക്കിയോണിഫോർ എന്നൊക്കെ പറഞ്ഞ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതാ? ആന്ത്രിഡിയോഫോർ ആണ്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത ഏതാ പിക്ചർ? സി എന്ന് പറയുന്നത് അതേതാ? ഏറ്റവും ചലാസലെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഏതിൻ്റെ ചലാസലെൻറ്റ്? എംബ്രിയോസാക്കിൻ്റെ ചലാസലെൻറ്റ്. അപ്പോൾ എംബ്രിയോസാക്കിൻ്റെ ചലാസലെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഏതാണ്? ആൻറ്റിപോഡൽ സെൽസ് ആണ് അല്ലേ. പിന്നെയുള്ളത് ഇതിൽ സെക്ഷുവാലിറ്റീൻ്റെ ഓർഗാനിസം എന്ന് പറഞ്ഞ ചാർട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര എന്ന് പറയുന്ന ആൽഗയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര എന്ന് പറയുന്ന ആൽഗയിൽ ഊഗോണിയ ഉണ്ട്, പിന്നെ അത് ആന്ത്രിഡിയ ഉണ്ട്. അപ്പോൾ അതിൽ ഊഗോണിയോ എന്ന് പറയുന്ന പാർട്ടാണ് ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഏതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതാണ്? ഇപ്പോൾ ഒന്നാമത്തെ പിക്ചർ അത് ഏതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന? വെജിറ്റേറ്റ് പ്രൊപ്പഗേഷൻ ഇൻ പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റ് പ്രൊപ്പഗേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് സ്റ്റെം. ആ സ്റ്റെമ്മിൽ ഏതാ? ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് ഓഫ്സെറ്റിന് ഏതിൻ്റെ പ്രത്യേകതയാണ്? ഐക്കോർണിയയുടെ പ്രത്യേകതയാണ് ഏതാ? ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓഫ്സെറ്റ് വഴിയായിട്ടാണ് പുതിയ പ്ലാന്റുകൾ ഐക്കോർണിയ ഉണ്ടാവുന്നത്. അപ്പോൾ ഐക്കോർണിയ എന്ന് പറയുന്നത് ഏതാ? ഐക്കോർണിയ ക്രാസിപ്പസ്, കൊളവാഴ. അപ്പോൾ അതിൽ ഓഫ്സെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഏറ്റവും വേൾഡ് വൈഡിൽ ഏറ്റവും റാപ്പിഡായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് ഏതാ? ഐക്കോർണിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് കാരണം അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, അതിൻ്റെ പേരാണ് ഏതാ? ഓഫ്സെറ്റ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെക്ഷുവാലിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് റിലേറ്റഡ് വിത്ത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഹോമോതാലിക് ആൻഡ് മോണീഷ്യസ് ഇൻഡിക്കേറ്റ് ബൈ സെക്ഷൽ കണ്ടീഷൻ. ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്താൽ യൂണിസെക്ഷൽ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ടെസ്റ്റിലുണ്ട്. അപ്പോൾ ഫംഗയിലും പ്ലാന്റ്സിലൊക്കെ ഹോമോതാലിക് ആൻഡ് മോണീഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതാ? ബൈസെക്ഷലിനെയും ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതാ? യൂണിസെക്ഷലിനെയാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പം
ആ സെക്ഷൽ ആയിട്ടുള്ള ബ്രയോഫൈറ്റ് അല്ലേ, യൂണിസെക്ഷൽ, അതല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഏതാ ഡയേഷ്യസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബ്രയോഫൈറ്റ് ആണ് ലിവർ ബഡ്സിൽ ഏതാ മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കാൻഷ്യയിൽ ടെസ്റ്റിൽ കൃത്യമായിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിലും കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാ നമ്മുടെ പ്ലാന്റിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കിലും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലുണ്ട് ആ സെക്ഷുവാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആന്ത്രിഡിയോഫോർ, ആർക്കിഗോണിയോഫോർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആന്ത്രിഡിയോഫോർ ആണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അതിൽ കൃത്യമായിട്ട് ആ ടെസ്റ്റിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൺഫ്ലവറിൻ്റെ പോലെയൊക്കെയുള്ള ഇതാണ് ആന്ത്രിഡിയോഫോർ അല്ലേ, കുറച്ച് ചതഞ്ഞ പോലെയൊക്കെ ഇരിക്കുകയാണ് ഏത് ആർക്കിഗോണിയോഫോർ. അപ്പോൾ ഇവിടെ സൺഫ്ലവറിൻ്റെ പോലെ കൃത്യമായിട്ട് പിക്ചറിൽ വ്യക്തമാണത്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്, ഏതാ ബി എന്ന് പറയുന്ന ആന്ത്രിഡിയോഫോർ ഓഫ് ഏതാ മാർക്കാൻഷ്യയുടെ ആന്ത്രിഡിയോഫോർ ആണത്. ഓക്കെ, അപ്പോൾ മാർക്കാൻഷ്യ വരുന്ന ഗ്രൂപ്പ് ഏതാ ലിവർ ബഡ്സ് ആണ് അല്ല. ലിവർ ബഡ്സ് വരുന്ന ഗ്രൂപ്പ് ഏതാണ് ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിന് കോമൺ ആയിട്ടുള്ള ക്യാരക്ടർക്ക് നിങ്ങൾക്ക് അറിയുന്നില്ല, ആംഫീബിയൻസോ പ്ലാന്റിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് സി എന്ന് പറയുന്ന നോക്കുക, അത് ചരാസ റീജിയനിലെ ആൻറ്റിപോഡൽ സെൽസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൻറ്റിപോഡൽ സെൽസ്, പിന്നെ ഏതാ സിനർജിഡ്സ്, എഗ്, സെൻട്രൽ സെല്ല്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എഗ് അപ്പാരറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നില്ല. എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. എംബ്രിയോസാക്ക് എങ്ങനെയാണ്, ആൻജിയോസ്പേമിലും എംബ്രിയോസാക്ക് എങ്ങനെയാണ് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്കിൽ 7 സെല്ലുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ചലാസ റീജിയനിൽ 3 സെല്ലുകൾ, അതാണ് ഏതാ ആൻറ്റിപോഡൽ സെൽസ്. മൈക്രോപൈലാർ റീജിയനിൽ 3 സെല്ലുകൾ, ടോട്ടലായിട്ട് ഏത് എഗ് അപ്പാരറ്റസ് എന്നറിയപ്പെടുന്നു. ഒരു എഗ്ഗും അപ്പുറത്ത് 2 ഏതാ സിനർജിഡ്സ് ഉണ്ടാവും. പിന്നെ സെൻട്രലായിട്ട് ഒരു സെൻട്രൽ സെല്ല്. അപ്പോൾ അങ്ങനെ 3 സെല്ല് ആൻറ്റിപോഡൽ സെല്ല്, 3 സെല്ല് എഗ് അപ്പാരറ്റസിൽ, പിന്നെ ഒരു സെൻട്രൽ സെല്ല്. അപ്പോൾ അങ്ങനെ എത്ര സെല്ലുകളായി? ഏതാ 7 സെല്ലുകളായി അല്ലേ. 3 3 6 1 7 സെല്ലുകളായി. പക്ഷേ എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്നത് 8 ന്യൂക്ലിയസ്. കാരണം എന്താ 8 ന്യൂക്ലിയസ് പറയാൻ കാരണം എന്താ, ആൻറ്റിപോഡൽസിൽ 3 ന്യൂക്ലിയസ്, എഗ് അപ്പാരറ്റസിൽ 3 ന്യൂക്ലിയസ്, പിന്നെ ഉള്ളത് ഒരു ന്യൂക്ലിയസ്, അത് 2 ന്യൂക്ലിയസ് ഇങ്ങനെ എവിടെ ഉണ്ടാവും, സെൻട്രൽ സെല്ല്. പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് 2 ന്യൂക്ലിയസ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഏതാ ആൻറ്റിപോഡൽ ഏതാ സെൻട്രൽ സെല്ലിൽ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 8 ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷേ 7 സെല്ലുകളും. അപ്പോൾ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്ക്, അതാണ് ടിപ്പിക്കലായിട്ടുള്ള ഒരു ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോസാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവിടെ സി എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏതാ ആൻറ്റിപോഡൽസ് ആണ്. പിന്നെ അതാ അടുത്ത ഡി എന്ന് പറയുന്ന അതിൽ കാണിച്ചിരിക്കുന്നത് കാര എന്ന് പറയുന്ന ആൽഗയെക്കുറിച്ചാണ്. അപ്പോൾ അത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ പിക്ചറിൽ ഇപ്പോൾ മാർക്കാൻഷ്യ കൊടുത്ത പോലെ തന്നെ അവിടെ കാരയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാരയിൽ ഒറ്റ ഒരു ബോഡി തന്നെയാണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മൊത്തം വിളിക്കുന്നതാണ് ഏതാ ഊഗോണിയം, ഫീമെയിൽ ഊഗോണിയം, പിന്നെ ഏതാ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഏതാ ആന്ത്രിഡിയം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഏതാ ഊഗോണിയം. അപ്പം അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആറ്റ് ഈസ് പ്രസൻറ്റ് എബവ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതാണ് ഊഗോണിയം പ്രസൻറ്റ് എബവ് ഏതാ ആന്ത്രിഡിയം. അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നീറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏറ്റവും നല്ല ആൻസർ ഏതാണ്, നമ്മൾ പിക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ, സി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഏതാണ് ഓഫ്സെറ്റ്, രണ്ടാമത്തെ ഏതാണ് ആന്ത്രിഡിയോഫോർ, മൂന്നാമത്തെ ഏതാണ് ആൻറ്റിപോഡൽസ്, നാലാമത്തെ ഏതാണ് ഊഗോണിയം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, സി ആണ് ആൻസർ വരുന്നത് അല്ലേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് അറിയാൻ പറ്റും, എല്ലാ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ കറക്റ്റ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ബയോളജിയിലെ ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പാർട്ട് ഇതാണ്. അപ്പോൾ നന്നായിട്ട് NCERT ടെസ്റ്റ് വായിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാം സെൻറ്റൻസ് പറഞ്ഞത് ഫ്യൂക്കസ് ഈസ് എ ബ്രൗൺ ആൽഗെ ദാറ്റ് പ്രൊഡ്യൂസസ് ഹെറ്ററോഗമീറ്റ് അല്ലേ. അപ്പോൾ അതിൽ ഫ്യൂക്കസ് ഈസ് എ ബ്രൗൺ ആൽഗെ ദാറ്റ് പ്രൊഡ്യൂസ് ഹെറ്ററോഗമീറ്റ്. രണ്ടാം സെൻറ്റൻസ് ഏതാ, കോക്കനട്ട് ആൻഡ് കുക്കുബീറ്റ്സ് ആർ മോണീഷ്യസ് പ്ലാന്റ്സ്. A haploid parent body produce gametes by mitosis. Then sweet potato possess hermaphrodite flower. The term homothallic in fungi refer to the unisexual condition അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ സെൻറ്റൻസ് റൈറ്റ് ആയിട്ട് എടുക്കാവുന്ന ഏതാ, ഒന്ന് ഏതാ എ ഇല്ല ഏതാ ഫ്യൂക്കസ് ഈസ് എ ബ്രൗൺ ആൽഗെ ദാറ്റ് പ്രൊഡ്യൂസസ് ഹെറ്ററോഗമീറ്റ് ശരിയാണല്ലോ. then coconut and cucurbits are monoecious plant ശരിയല്ലേ. A haploid parent body produce gametes by mitosis ശരിയാണ്, എന്നിൽ നിന്ന് ഉണ്ടാവുന്ന മൈറ്റോസ് അല്ലേ. സ്വീറ്റ് പൊട്ടറ്റോ പോസസ് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ, ടെസ്റ്റിൽ പിക്ചർ ഉണ്ട് ഹെർമാപ്രോഡൈറ്റ് അല്ലെങ്കിൽ പ്യൂർ ബൈസെക്ഷൽ ഫ്ലവർ ശരിയാണ്. ദ ടൈം ഹോമോതാലിക് ഇൻ ഫംഗി ആർ റെഫർ ടു ഏതാ യൂണിസെക്ഷൽ കണ്ടീഷൻ. ഹോമോതാലിക് യൂണിസെക്ഷൽ ആണോ, അല്ല ഏതാണ് ബൈസെക്ഷൽ കണ്ടീഷനാണ് അല്ലേ. ഹോമോതാലിക് ആൻഡ് മൊണീഷ്യസ് ഡിനോട്ട്സ് ഏതാ ബൈസെക്ഷൽ കണ്ടീഷൻ, ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഡിനോട്ട് ഏതാ യൂണിസെക്ഷൽ കണ്ടീഷൻ. അപ്പോൾ ഈ എന്ന് പറയുന്ന സെൻറ്റൻസ് തെറ്റാണ് അല്ലേ. നോക്കുക, ഒന്നാം സെൻറ്റൻസ് എന്താ, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതേതാ ഹെട്രോഗമീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിൽ ഹെട്രോഗമീറ്റ് ഹോമോഗമീറ്റ് എന്ന് പറയുന്ന 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹെട്രോഗമീറ്റ് എന്ന് പറയുന്നതിൽ എക്സാമ്പിൾ കൊടുത്തി, ഒന്ന് ഫ്യൂക്കസും പിന്നെ അത് ഹ്യൂമൻ ബീൻസിൻ്റെ അതിൻ്റെ അതായത് ഹെട്രോഗമീറ്റ് ഹോമോഗമീറ്റ് എന്താ വ്യത്യാസം, അതിൽ ഹോമോഗമീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഫ്യൂസിങ് ഗമീറ്റ്സ് ആർ സിമിലർ ഇൻ ദെയർ മോർഫോളജി അല്ലേ. ഫ്യൂസ് ചെയ്യാൻ പോകുന്ന ഗമീറ്റുകൾ മോർഫോളജിക്കലി സിമിലർ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഏതാ ഹോമോഗമീറ്റ്, മോർഫോളജിക്കലി ഡിസിമിലർ ആണെങ്കിൽ ഏതാ ഹെട്രോഗമീറ്റ്സ്. ഓക്കെ,
പിന്നെ അടുത്ത് നോക്കാം. അപ്പോൾ സെൻറ്റൻസ് ഇത് ഫ്യൂക്കസ് ഹെട്രോഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രൗൺ ആൽഗയാണ്. സെൻറ്റൻസ് റൈറ്റ് ആണ്. ദെൻ കോക്കനട്ട് ആൻഡ് കുക്കുബിസ് ആർ മോണീഷ്യസ് പ്ലാന്റ്. മോണീഷ്യസ് ഡയേഷ്യസ് അല്ലേ. അപ്പോൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതർ മെയിൽ പ്ലാന്റ് ഓർ ഫീമെയിൽ പ്ലാന്റ് ആണ്. മോണീഷ്യസ് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൽ ബൈസെക്ഷൽ പ്ലാന്റിൽ യൂണിസെക്ഷൽ ആയിട്ടുള്ള മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവുന്നതാണ് മോണീഷ്യസ് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ കുക്കൂർബിസിൽ അങ്ങനെയുണ്ട്. ഇഷ്ടംപോലെ മെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ ഏതുണ്ടാവും, ഇഷ്ടംപോലെ എന്നല്ല കുറച്ചധികം ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ മെയിൽ ഫ്ലവേഴ്സ് ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെങ്കിൽ പോലും 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഒറ്റ പ്ലാന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് മോണീഷ്യസ്. അപ്പോൾ കുക്കൂർബിസും കോക്കനട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രസൻറ്റ് ഇൻ എ സിംഗിൾ പ്ലാന്റ്. അതുകൊണ്ട് അതേതാ ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. അല്ല, ആ ബൈസെക്ഷലിലെ മോണീഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ കൃത്യമായിട്ട് ഏതുണ്ടെന്നുള്ളത് മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ മെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടുതൽ, ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. എങ്കിലും അത് ഒറ്റ പ്ലാന്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് കുക്കുർബിറ്റ് മോണീഷ്യസ് പ്ലാന്റ് ആണ്. ശരിയാണ്. ദെൻ എ ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡി പ്രൊഡ്യൂസ്ഡ് ഗമീറ്റ് ബൈ മൈറ്റോസിസ്. മൈറ്റോസ് വഴിയായിട്ടാണ് ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡിയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നോക്കുക ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡി. ഇപ്പം ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ പ്ലോയിഡ് ലെവൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാ N ആണ് അല്ലേ. ഇതിൽ നിന്ന് N തന്നെയായിട്ട് തുടരും അല്ലേ. അപ്പോൾ ഹാപ്ലോയിഡ് പാരൻറ്റ് പ്രൊഡ്യൂസസ് ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് N ആണ്, ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. അപ്പോൾ N നിന്ന് N ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഏത് ഡിവിഷൻ നടക്കുക? മൈറ്റോസിസ് ആണ് നടക്കുക. അപ്പോൾ ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡി പ്രൊഡ്യൂസസ് ഗമീറ്റ്സ് ബൈ മൈറ്റോസിസ്. ഓക്കെ, ശരിയാണ്. അതായത് ഹാപ്ലോയിഡ് പാരൻറ്റ് ബോഡി ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് പ്രോസസ്സിന് വിധേയമാണ്? മൈറ്റോയിഡ് ഡിവിഷനാണ് നടക്കേണ്ടത്. ശരിയാണ്. ദെൻ സ്വീറ്റ് പൊട്ടറ്റോ പ്രോസസ് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ. അപ്പോൾ അതായത് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്ന കൃത്യമായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഇതിൽ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് ബൈസെക്ഷൽ ഫ്ലവർ. അപ്പോൾ ആ ബൈസെക്ഷൽ ഫ്ലവറിൽ സ്വീറ്റ് പൊട്ടറ്റോ പ്രോസസ് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ. ശരിയാണ്. സ്വീറ്റ് പൊട്ടറ്റോയിൽ ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ബൈസെക്ഷലാണ്. ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഏതുണ്ടാവും? ബോത്ത് ആൻഡ്രീഷ്യ ആൻഡ് ഗൈനീഷ്യ ഉണ്ട്. അതാണ് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ. അത് ബൈസെക്ഷൽ പ്ലാന്റിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവറും. പിന്നെ ബൈസെക്ഷൽ തന്നെയാണ് യൂണിസെക്ഷൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒറ്റ പ്ലാന്റിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് മോണീഷ്യസ്. കുക്കുർബിസിലേക്ക് ഒരു പ്ലാന്റിൽ തന്നെ ഏതുണ്ടാവും? മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവർ ഉണ്ടാവും. പക്ഷേ ഹെർമാപ്രോഡൈറ്റിൽ ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ ഏതുണ്ടാവും? ബോത്ത് ആൻഡ്രീഷ്യ ആൻഡ് ഗൈനീഷ്യ ഉണ്ട്. അപ്പോൾ ഹെർമാപ്രോഡൈറ്റ് ഫ്ലവറാണ്. പിന്നെ ടേം ഹോമോതാലിക് ഇൻ ഫംഗി റെഫർ ടു യൂണിസെക്ഷൽ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. In the case related with reproductive structures, in the case of plants and fungi, homothallic and monoecious indicate ഏത് കണ്ടീഷനാണ്? ബൈസെക്ഷൽ കണ്ടീഷൻ അല്ലേ. ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഇൻഡിക്കേറ്റ് ഏത് കണ്ടീഷനാണ്? യൂണിസെക്ഷൽ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് ഓർത്തിരിക്കുക. ടേം ഹോമോതാലിക് ആൻഡ് മോണീഷ്യസ് ഇൻഡിക്കേറ്റ് ബൈസെക്ഷലും ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഇൻഡിക്കേറ്റ് ഏതാ? യൂണിസെക്ഷലാണ്. പക്ഷേ ഇവിടെ ഏതാ? ടേം ഹോമോതാലിക് ഇൻ ഫംഗി റെഫർ ടു യൂണിസെക്ഷൽ കണ്ടീഷൻ. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 5 സെൻറ്റൻസിൽ ആദ്യത്തെ 4 കൃത്യമാണ്, 5ാം സെൻറ്റൻസാണ് തെറ്റ്. അപ്പോൾ ആൻസർ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആർ കറക്റ്റ് എന്നാണ്. അപ്പോൾ ആൻസർ ഏതാ? D ആണ് കൊടുക്കാൻ പറ്റുക. 4 കറക്റ്റാണ്. ഓക്കെ, ഇനി 5ാമത്തെ നോക്കുക. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ഫൗണ്ട് ഇൻ ആൽഗെ, ഫ്രോഗ്, ബോണി ഫിഷ്, ഓൾ ദി അബവ്. അതായത് ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ ഓർഗാനിസിലൊക്കെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനുണ്ട്, പിന്നെ ഏതാ? ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷനുണ്ട് ഇല്ല. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഓർഗാനിസ്, അതായത് ഓൾമോസ്റ്റ് അക്വാട്ടിക് ഓർഗാനിസ്, ടെറസ്ട്രിയൽ ഓർഗാനിസിലാണ് ഹയർ ആയിട്ടുള്ള ഓർഗാനിസ്. ടെറസ്ട്രിയൽ ഓർഗാനിസിന് ഓൾമോസ്റ്റ് ഏതായിരിക്കും? ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. എന്നാൽ അക്വാട്ടിക് ഓർഗാനിസിൽ വരുന്ന ഓൾമോസ്റ്റ് തന്നെ ഏതായിരിക്കും എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ അതായത് ലോവർ ഓർഗാനിസ്. ഇപ്പോൾ ആൽഗെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഫോളോ ചെയ്യുന്ന പ്ലാന്റ് ആണ്. ദെൻ ഫ്രോഗ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഫോളോ ചെയ്യുന്ന ആംഫീബിയൻ ആണ്. ദെൻ ബോണി ഫിഷ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ഓൾ ദി അബവ്. അപ്പോൾ ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെൻറ്റൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ അല്ലേ ഗമീറ്റ് റിലീസ്. അതായത് ബോത്ത് മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ ആര് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും മെയിൽ ബോഡിയും ഫീമെയിൽ ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ഏത് നടക്കുകയുള്ളൂ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അതർവൈസ് എന്ത് സംഭവിക്കും? വാട്ടർ കറൻറ്റിൽ ഓൾമോസ്റ്റ് ഗമീറ്റുകൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പം ഗമീറ്റുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗമീറ്റിൻ്റെ ഫ്യൂഷൻ നടക്കാതെ വരും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് സിങ്ക്രണൈസേഷൻ ഒരേ സമയത്ത് സിങ്ക്രണൈസേഷൻ നടന്നിരിക്കും. അങ്ങനെ സെൻറ്റൻസ് കൃത്യമായിട്ടുണ്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനായിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ അത് നടക്കുന്ന ആൽഗെ, ബോണി ഫിഷ്, ദെൻ ഫിഷ്, ആംഫീബിയൻസ് ഒക്കെ പറഞ്ഞ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ വരുമ്പോൾ ബ്രയോഫൈറ്റ്, ടെരിഡോഫൈറ്റ്, ജിംനോസ്പിയോ, ആൻജിയോസ്പിയോ അങ്ങനെയുള്ള പ്ലാന്റുകളിലും ഹയറായിട്ടുള്ള ആനിമൽസിലെല്ലാം നടക്കുന്ന ഏതാണ്? ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഇനിയിപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? അത് ഒന്ന് സിങ്ക്രണൈസേഷൻ കൃത്യമായിട്ട് സംഭവിച്ചാൽ മാത്രമാണ് ഫ്യൂസ് ചെയ്യുള്ളൂ. അത് കൂടാതെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന പ്രൊഡക്റ്റ് നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ കറൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രസൻസിൽ മേ ബി
നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതാണെങ്കിൽ ബോഡിക്കകത്ത് തന്നെ ഓൾമോസ്റ്റ് ഫ്യൂഷൻ നടന്ന് സൈഗോട്ടൊക്കെ ഉണ്ട് ഡെവലപ്പ് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ഫൗണ്ട് ഇൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രകാരം അഞ്ചാമത്തിൻ്റെ ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഓൾ ഓഫ് ദി എബോവ്. കാരണം എന്താ? ആൽഗെ, ഫ്രോഗ്, ബോണി ഫിഷ്, ഓൾ ദി എബോവ്. അപ്പോൾ ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഡി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ഫൗണ്ട് ഇൻ. ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഡി, ഡോഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ ഇൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ് ദ ഫെർട്ടിലൈസേഷൻ ഈസ്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആൽഗെ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഒഴികെ ബാക്കിയെല്ലാം ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം എല്ലാം ഏതാണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. ആൽഗയിലാണെങ്കിൽ ഏതാണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ആൽഗ ഒഴികെ ബാക്കിയെല്ലാം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഏതൊരു ബി ആണ് ആൻസർ വരിക. അപ്പം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിലേക്ക് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്, വിത്തിൻ ദ ഫീമെയിൽ ബോഡിക്കകത്ത് വെച്ചിട്ടാണ് നടക്കുക. പക്ഷേ ആൽഗയിലാണെങ്കിൽ ഏത് വരും? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വരും. അപ്പോൾ പ്ലാന്റിൽ ആൽഗയിൽ മാത്രമാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉള്ള, ബാക്കി എല്ലാ പ്ലാന്റ് ഗ്രൂപ്പിലും ഏതിലാണ് വരിക? ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് വരിക. ഓക്കെ, അടുത്ത് നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ പറയുന്നത് ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇവൻറ്റ്സ് ഒക്കർ ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ആർ കോൾഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. അല്ലേ, സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം നടക്കുന്ന എല്ലാ ഇവൻറ്റ്സിനെ ചേർത്ത് വിളിക്കേണ്ട ടൈമാണ് ഏതാ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ശരിയാണ്. ദെൻ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് യൂണിവേഴ്സൽ ഇൻ ഓൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസ്. ഏത് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസിലും സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആണ്. അല്ലേ, സൈഗോട്ടിൻ്റെ പ്രത്യേകത എന്താ? ഡിപ്ലോയിഡ് ആൻഡ് സിംഗിൾ സെൽഡ് ആണ്. അപ്പോൾ ശരിയാണ്. ദെൻ ഇൻ ഓർഗാനിസം ബിലോങ്സ് ടു ആൽഗെ ആൻഡ് ഫംഗി the zygote develops a thick wall that resists to desiccation and damage. അല്ല, ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ സ്കാർസിറ്റി, വാട്ടറിൻ്റെ കുറവ്. അപ്പോൾ വാട്ടറിൻ്റെ കുറവുണ്ടായി അതിലേക്ക് ഡാമേജ് ഒക്കെ ഉണ്ടായി അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ആ ഡാമേജ് ഒക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി സൈഗോട്ടിനെ സറൗണ്ട് ചെയ്ത് തിക്ക് വോളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ആൽഗയിലും അതിൽ ഫംഗസിലൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അതുതന്നെ അടുത്ത് നോക്കുക. ഇൻ സീഡ്ലെസ് പ്ലാന്റ്സ് ദ നോൺ മോട്ടൈൽ മെയിൽ ഗമീറ്റ് ആർ ക്യാരി ടു ഫീമെയിൽ ഗമീറ്റ് ബൈ ഏതാ? പോളൻ ട്യൂബ്. അല്ലേ, സീഡ്ലെസ് പ്ലാന്റ്സിൽ നോൺ മോട്ടൈൽ മെയിൽ ഗമീറ്റ് ആർ ക്യാരി ടു ഫീമെയിൽ ഗമീറ്റ് ബൈ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് വരുന്ന ഏതിലാണ്? സീഡ് ബിയറിംഗ് പ്ലാന്റ്സിലാണ് പോളൻ ട്യൂബ് ഉള്ളൂ. ബാക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ മീഡിയത്തിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ ഹെൽപ്പോടുകൂടിയൊക്കെയാണ് സീഡ് ഇല്ലാത്ത പ്ലാന്റുകൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിലൊക്കെ നടക്കേണ്ടത്. അതിന് സീഡുള്ള പ്ലാന്റുകളാകുമ്പോൾ ഏതൊക്കെയാണ്? ജിംനോസ്പം, ആൻജിയോസ്പം. അതിൽ കൃത്യം പോളൻ ട്യൂബ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം സീഡ്ലെസ് പ്ലാന്റ്സിൽ പോളൻ ട്യൂബ് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഏതാ സീഡ്ലെസ് എന്നുള്ള വരുമ്പോൾ ഏതാ? ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അതിൽ പോളൻ ട്യൂബ് എന്ന് പറയുന്ന സംഭവം ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻസർ ഏത് വരും? ഡി വരും, അല്ലേ, ഡോഗ് വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാം സെൻറ്റൻസ് എന്തുകൊണ്ട് റൈറ്റ് ആയത്? ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ആഫ്റ്റർ, അല്ലേ, സൈഗോട്ടിന് ശേഷമുള്ള എല്ലാ പ്രോസസ്സുകളും, സൈഗോട്ട് ഉണ്ടായതിന് ശേഷമുള്ള എല്ലാ പ്രോസസ്സുകളും എന്ത് വിളിക്കുന്നു? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് വിളിക്കുന്നു. ശരിയാണ്. ദെൻ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് യൂണിവേഴ്സൽ ഇൻ ഓൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. അതും ശരിയാണ്, അല്ലേ. ഇപ്പോൾ സൈഗോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫെർട്ടിലൈസേഷന് ശേഷം സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം ഉണ്ടാകുന്നതാണ് സൈഗോട്ട്. ഇപ്പോൾ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സൈഗോട്ടിൻ സ്ട്രക്ചർ ഡിസൈൻ ഡിപ്ലോയിഡ് ആൻഡ് സിംഗിൾ സെൽഡ് ആണ്. ഡിപ്ലോയിഡ് സിംഗിൾ സെൽഡ് സൈഗോട്ടിന് പിന്നീട് തിക്ക് വോളൊക്കെ, ഇപ്പോൾ ആൽഗയിലും ഫംഗയിലൊക്കെയാണ് എക്സ്റ്റേണൽ കണ്ടീഷനൊക്കെ മോശമാണെങ്കിൽ അതിലേതുണ്ടാവും എന്ന് പറയും, തിക്ക് വോളൊക്കെ ഡെവലപ്പ് ചെയ്യുക. തിക്ക് വോളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർവൈവൽ മെക്കാനിസമാണ്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത. ഇൻ ഓർഗാനിസം ബിലോങ്സ് ടു ആൽഗെ ആൻഡ് ഫംഗി സൈഗോട്ട് ഡെവലപ്പ് a thick wall that is resistant to either desiccation and damage. When at seedless plants, the non-motile male gamete are carried to female gamete by pollen tube. അത് സീഡ് ബിയറിംഗ് പ്ലാന്റ്സിനാണ് പോളൻ ട്യൂബ് ഉള്ളത് എന്ന് ഓർക്കുക. സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് അതല്ലെങ്കിൽ ഫാനറോഗ്യാംസ്, ആ ടെക്നിക്കൽ ടൈം നിങ്ങൾ ഓർത്തിയ ഫാനറോഗ്യാംസ്. ദെൻ സീഡ്ലെസ് പ്ലാന്റ്സ് ആണ് ഞാൻ വിളിക്കുന്ന പേരെന്താ? ക്രിപ്റ്റോഗ്യാംസ്. അപ്പോൾ ക്രിപ്റ്റോഗ്യാംസിൽ പോളൻ ട്യൂബ് ഇല്ല, ഏതിലുള്ളൂ? ഫാനറോഗ്യാംസിലും ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിപ്റ്റോഗ്യാംസിൽ പോളൻ ട്യൂബാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ചെയ്ത് വരും ഡി വരും. ഓക്കെ, അടുത്ത് നോക്കാം. ഇഫ് സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റേറ്റ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ സെയിം പ്ലാന്റ് ദെൻ സച്ച് പ്ലാന്റ് ഈസ് നോൺ ആസ്, അല്ലേ, ഏതാ വരിക? സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ് ഫൗണ്ട് ഓൺ സെയിം പ്ലാന്റ്. സച്ച് പ്ലാന്റ്, ആ പ്ലാന്റ് എന്ത് വിളിക്കാം? ഹെട്രോതാലിക് ഓർ യൂണിസെക്ഷൽ, അല്ലേ. അപ്പോൾ അതായത് യൂണിസെക്ഷലാണ്, അതല്ല. പിന്നെ യൂണിസെക്ഷൽ പ്ലാന്റ് മോണീഷ്യസ്, ഡയേഷ്യസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരിക? മോണീഷ്യസ്, ഇല്ലേ. അപ്പോൾ പ്ലാന്റിന് നമുക്ക് ഡയേഷ്യസ്, മോണീഷ്യസ് തിരിക്കുകയാണെങ്കിൽ ഹെട്രോതാലിക് ആൻഡ് യൂണിസെക്ഷൽ കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്താൽ ഡയേഷ്യസ്, അല്ലേ. അപ്പോൾ ഹോമോതാലിക് ആൻഡ് മോണീഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്താൽ ബൈസെക്ഷൽ, അല്ലേ. അപ്പോൾ ഹെട്രോതാലിക് ദെൻ പിന്നെ അല്ലെങ്കിൽ ഏതാ ഇപ്പം ഡയേഷ്യസ് എന്നൊക്കെ പറഞ്ഞ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിസെക്ഷലിനെയും ഹോമോതാലിക് ആൻഡ് മോണീഷ്യസ് ആണ് ഏതാ? ബൈസെക്ഷലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ പ്ലാന്റിൽ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് ആ സിംഗിൾ പ്ലാന്റിൽ ഏതുണ്ടെന്ന് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ബൈസെക്ഷൽ മൊണീഷ്യസ് പ്ലാന്റിൽ വരുന്നതാണ്. അപ്പോൾ മൊണീഷ്യസ് പ്ലാന്റ്
വിച്ച് പ്രൊഡ്യൂസ് ബോത്ത് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അങ്ങനെ വരുമ്പോൾ മോണീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് എന്നാണ് ആൻസർ എടുക്കേണ്ടത്. ആൻസർ ഏത്? എട്ടാമത്തേൻ്റെ ആൻസർ സി ആണ്. ഇനി അടുത്ത് നോക്കുക, 9ാമത്തെ ഇത് നോക്കുക. സ്യൂഡോപോഡിയോസ്പോർ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് ഈ സ്യൂഡോപോഡിയോസ്പോറിനെ കുറിച്ച് പഴയ എഡിഷൻ ബുക്കുകളിലാണെങ്കിൽ അതിൽ സപ്ലിമെൻ്ററി ലേണിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലേണിംഗ് ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ, ഏറ്റവും പുതിയ എഡിഷനിലാണെങ്കിൽ അതിൽ സപ്ലിമെൻ്ററി ലേണിങ്ങിലല്ല കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു ബൈനറി ഫിഷൻ കഴിഞ്ഞതിന് ശേഷം അമീബയിൽ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമീബയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമീബയൊക്കെ നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ഷേപ്പൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള അമീബയിൽ ഇതിപ്പം ഈ എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് നമുക്ക് സ്യൂഡോപോഡിയ എന്നൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ അമീബയിൽ ഇതിൽ സ്യൂഡോപോഡിയോസ്പോർ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ അഡ്വേഴ്സ് കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഈ സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സാധനം ഇടാം. സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സംഭവം എന്ത് എന്ന് പറയുന്നത് അതങ്ങ് വിത്ഡ്രോ ചെയ്തിട്ട് കൃത്യം ഒരു സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറും. ഇങ്ങനെ സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിനെ സറൗണ്ട് ചെയ്ത് ഒരു തിക്ക് ആയിട്ടുള്ള 3 ലെയേഴ്സ്, തിക്ക് വോൾഡ് ആയിട്ടുള്ള 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും. 3 തിക്കായിട്ടുള്ള വോൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 ലെയറോട് കൂടിയ ആ അമീബേനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേര് സിസ്റ്റ് ഫോർമേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തിക്ക് വോളോട് കൂടിയ ഒരു അമീബയായിട്ട് മാറും. ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് ന്യൂക്ലിയസ് സറൗണ്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സൈറ്റോപ്ലാസ്മിൻ്റെ ഡിവിഷൻ നടക്കും. അപ്പോൾ ആദ്യം അൺഫേവർ കണ്ടീഷനിൽ ഏത് നടന്നു? സിസ്റ്റ് ഫോർമേഷൻ നടന്നു, പിന്നെ ന്യൂക്ലിയർ റീജിയൻ്റെ ഡിവിഷൻ നടന്ന്, പിന്നെ എന്ത് നടക്കും? സൈറ്റോപ്ലാസ്മിൻ്റെ ഡിവിഷൻ നടക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഏത് ഇഷ്ടംപോലെ അമീബയുടെ മൈന്യൂട്ട് അമീബ, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ? സ്യൂഡോപോഡിയോസ്പോർ. അപ്പോൾ മൈന്യൂട്ട് അമീബ അല്ലെങ്കിൽ സ്യൂഡോപോഡിയോസ്പോർസ് ഉണ്ടാവും. അപ്പോൾ ആ സിസ്റ്റ് വോൾ ബ്രേക്ക് ചെയ്ത് നല്ല കണ്ടീഷൻ വരുമ്പോഴത്തേന് സിസ്റ്റ് വോളൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തിയാടുന്ന പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഫിഷൻ ആൻഡ് സ്പോറിലേഷൻ ഇൻ അമീബ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട്, അല്ലെങ്കിൽ സിസ്റ്റ് ഫോർമേഷൻ ആൻഡ് സ്പോറിലേഷൻ ഇൻ അമീബ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിയാൽ സ്യൂഡോപോഡിയോസ്പോർ അല്ലെങ്കിൽ മൈന്യൂട്ട് അമീബ, അതായത് അമീബയുടെ മൾട്ടിപ്പിൾ ഫിഷിന് വേറൊരു ഫോം. അപ്പോൾ അത് നിങ്ങളങ്ങനെ ഓർത്തിരിക്കുക. അത് കൃത്യമായിട്ട് കൊടുത്ത് സപ്ലിമെൻ്ററി ലേണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിലാണ് ടെസ്റ്റിൽ തന്നെ അതിൻ്റെ നിങ്ങൾ ബൈനറി ഫിഷിന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു അമീബയിൽ അഡ്വേഴ്സ് കണ്ടീഷൻ വരുമ്പോൾ ആ അഡ്വേഴ്സ് കണ്ടീഷൻ അതിജീവിക്കുന്നതിനിടെ അതിനൊരു തിക്ക് വോൾ ഉണ്ട്. ആ തിക്ക് വോൾ 3 ലെയർ കൊണ്ട് ചേർന്നായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടീഷൻ വരുമ്പോൾ തന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു, കുറേ മൈന്യൂട്ട് അമീബ അല്ലെങ്കിൽ സ്യൂഡോപോഡിയോസ്പോർ ആയിട്ട് മാറുന്നത്. ആ ഒരു പാരൻ്റ് സെൽ വോൾ ബ്രേക്ക് ചെയ്തിട്ട് സെൽ മെംബ്രെയിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? സെൽ വോളല്ല, സെൽ മെംബ്രെയിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആ മൈന്യൂട്ട് അമീബകൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയോസ്പോർ റിലീസ് ചെയ്ത് പുറത്തിയാടി കഴിഞ്ഞാൽ അത് ഓരോന്നും ഇൻഡിവിജ്വൽ അമീബകളായിട്ട് മാറുന്നു. അപ്പോൾ അത് സ്യൂഡോപോഡിയോസ്പോർസ് ഇർ ഫൗണ്ട് ഇൻ ഏതിലാണ്? ആൽഗെ, ഫ്രോഗ്, ബോണി ഫിഷ്, അമീബ. ഇതിലാണ് അമീബയിലാണ്. ഓക്കെ, ദെൻ ആൽഗെ, ഫ്രോഗ്, ബോണി ഫിഷ് മൂന്നിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ എന്താ? വിച്ച് ഷോസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, വിച്ച് വൺ ഈസ് ഇമ്മോർട്ടൽ? ഇമ്മോർട്ടൽ ടെസ്റ്റിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. അല്ലേ, ടെസ്റ്റിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 സെൻറ്റൻസ് ഉണ്ട്. അതിലൊരു സെൻറ്റൻസ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. വേറെ ഒരെണ്ണം മാംഗോ ട്രീ ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ ആസ് കമ്പയർഡ് ടു പീപ്പാൾ ട്രീ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയ സെൻറ്റൻസ് ആണ്. മാംഗോ ട്രീയും പീപ്പാൾ ട്രീയും കമ്പയർ ചെയ്യുമ്പോൾ മാംഗോ ട്രീക്ക് ലൈഫ് സ്പാൻ കുറവും പീപ്പാൾ ട്രീക്ക് വളരെയധികം വലിയ ഒരു ലെങ്തി ലൈഫ് സ്പാൻ ഉണ്ടെന്നാണ് മീനിങ്. അതൊരു നല്ല സെൻറ്റൻസ് ആണ്. പിന്നെ ഫസ്റ്റ് ആ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിരിക്കുന്ന ടെസ്റ്റിലെ ഈ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഓർഗാനിസം ഫസ്റ്റ് ചാപ്റ്ററിൽ വേറൊരു സെൻറ്റൻസ് ആണ്. ഏതാ? നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് ഏതാ? സിംഗിൾ സെൽഡ് ഓർഗാനിസം. അതായത് ഒരു ഇൻഡിവിജ്വലും ഇമ്മോർട്ടൽ അല്ല, മരണമില്ലാത്ത ഒരു ഓർഗാനിസിലും എല്ലാ ഓർഗാനിസും മരണമുണ്ട്. പക്ഷേ ഒരു എക്സെപ്ഷൻ കേസ് ഏതാ? സിംഗിൾ സെൽഡ് ഓർഗാനിസം വിച്ച് ഫോളോസ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഡോക്ടർ സെൽസ് വീണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ പാരൻ്റ് അതേപോലെ ഡോക്ടർ സെല്ലുകളായിട്ട് മാറി, വീണ്ടും അത് 2 മാറി, അങ്ങനെ ഡിവിഷൻ നടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ എവിടെയും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോമിൽ എടുക്കുമ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? നശിച്ചു പോകുന്നതാണെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഇതിലേതാണ് ഏറ്റവും നല്ലത്? ബാക്ടീരിയ ആണ്. ഓക്കെ, പിന്നെ പെനിസിലിയ, ആസ്പെർജില്ലസ്, ബാംബു കൊടുത്തിട്ടുണ്ട്. പെനിസിലിയ നിങ്ങൾക്ക് അറിയുന്നല്ലേ? പെനിസിലിയ ഏതാ? ആസ്കോമൈറ്റ്സ് മെമ്പറാണ്, ഫംഗസാണ്. ആസ്പെർജില്ലസ് ആസ്കോമൈറ്റ്സ് മെമ്പറാണ്, ഫംഗസാണ്. ബാംബു അൺയൂഷ്വൽ ഫ്ലവറിങ് കാണിക്കുന്നതാണ്. അതിൻ്റെ ലൈഫ് സ്പാൻ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇതിൽ അത് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു വർഷങ്ങൾ ചോദിച്ചിട്ടില്ലാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എത്ര? 50 to 100 years ആണ് ബാംബുവിൻ്റെ ലൈഫ് സ്പാൻ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുക, ഇൻ ഈസ്റ്റ് ഡ്യൂറിങ് ബെഡിങ് എമംഗ് ദ ഫോളോയിങ് വിച്ച് പ്രോസസ്. അപ്പോൾ അതിൽ 10ൻ്റെ ആൻസർ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ബാക്ടീരിയ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കുക, 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഈസ്റ്റ് ഡ്യൂറിങ് ബെഡിങ്
എമംഗ് ദ ഫോളോയിങ് വിച്ച് പ്രോസസ് ടേക്ക് പ്ലേസ്. ബെഡിങ്ങിൻ്റെ സമയത്ത് ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? സ്പിൻഡിൽ ഫോർമേഷൻ നടക്കില്ല, സിനാപ്സിസ് നടക്കില്ല, ദെൻ അൺഈക്വൽ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം നടക്കാം, ഡബ്ലിംഗ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അതിലേതാ അൺഈക്വൽ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം? നിങ്ങൾ ടെസ്റ്റിലെ പിക്ചർ നോക്കുക, അതിലുണ്ടാവും ആദ്യം ഒരു ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ജസ്റ്റ് അല്ലേ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, അതിൻ്റെ സൈഡിലായിട്ട് ഫോം ചെയ്യുന്നു, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വളരുന്നു, അൺഈക്വൽ സൈസോട് കൂടിയ സൈറ്റോപ്ലാസം ഒക്കെ ആയിട്ട് മാറി അത് ജസ്റ്റ് ഡിവേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ അത് കൊടുക്കാൻ പറ്റുള്ളൂ, സി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നോക്കുക. ഇൻ വിച്ച് പെയർ ബോത്ത് പ്ലാന്റ്സ് ഹാവ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് ബൈ ലീഫ് പീസസ്. ലീഫിൻ്റെ ഹെൽപ്പോടുകൂടി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തും. ബ്രയോഫില്ലം ആൻഡ് കലാഞ്ചു ശരിയാണ്. ക്രൈസാന്തം ആൻഡ് അഗേവ് തെറ്റാണ്. അഗേവ് ആൻഡ് കലാഞ്ചു തെറ്റാണ്. അസ്പരാഗസ് ആൻഡ് ബ്രയോഫില്ലം തെറ്റാണ് അല്ലേ. അപ്പോൾ അതിൽ ബ്രയോഫില്ലം ആൻഡ് കലാഞ്ചുയാണ് കൃത്യമായിട്ടുള്ള ആൻസർ, എ ആണ് ആൻസർ. ക്രൈസാന്തം ഏതാ സ്റ്റെമ്മിൻ്റെ ഹെൽപ്പോടുകൂടി, അഗേവ് ഏതാണ് സ്റ്റെമ്മിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. ബൾബിൽ എന്ന് പറഞ്ഞ ക്രൈസാന്തമത്തിൽ ഏതായിരുന്നു? സ്റ്റോളൻ. ദെൻ പിന്നെ ഏതായിരുന്നു? ക്രൈസാന്തം സ്റ്റോളൻ അല്ല, ഏതാണ്? സക്കർ. സ്റ്റോളൻ വരുന്ന ഏതാ? ജാസ്മിൻ. ഓക്കെ, അഗേവ് ആൻഡ് കലാഞ്ചു. അഗേവിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൾബിലാണ്, കലാഞ്ചു ലീഫിൻ്റെ ഹെൽപ്പോടുകൂടി. പിന്നെ അസ്പരാസ് റൂട്ടിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്, ബ്രയോഫില്ലം ലീഫിൻ്റെ ഹെൽപ്പോട്. അപ്പോൾ രണ്ട് പെയറാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റൻ. അപ്പോൾ ആൻസർ ഏതാണ്? എ അല്ലേ. ഏത് പെയറാണ് ലീഫിൻ്റെ ഹെൽപ്പോട് കൂടി എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ എ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വാച്ച് ഫോളോയിങ്. സൂസ്പോർട്സ് ഏതാ വരിക? ഏതാ? ക്ലാമിഡോമോണാസ്. നമ്മുടെ ടെസ്റ്റിൽ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, കൊണീഡി ഏതിൽ വരും? പെനിസീലിയം അല്ലേ. പിന്നെ ഏതാ? ബെഡ്സ് ഏതിൽ വരും? ബെഡിങ്ങിന് ഏതാ എടുക്കാൻ പറ്റുള്ളതിൽ? ഹൈഡ്ര അല്ലേ. ഓഫ്സെറ്റ് ഏതിൽ വരും? വാട്ടർ ഹയാസിൻ. ജെമ്യൂൾസിൻ്റെ ഏതാ? സ്പോഞ്ചസ്. അപ്പോൾ ആൻസർ ഏത് വരും? സി അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നും അതിൽ എസെഷ്വലി റീപ്രൊഡ്യൂസിങ് ലോവർ ഓർഗാനിസിൽ നടക്കുന്ന എസെഷ്വൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോവർ ഓർഗാനിസം എസെഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോവർ ഓർഗാനിസിൽ എസെഷ്വൽ റീപ്രൊഡക്ഷൻ വ്യത്യസ്ത രീതികൾ അല്ലേ. അതൊക്കെയായിരുന്നു ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, ദെൻ ജെമ്യൂൾസ് ഇൻ സ്പോഞ്ചസ്, ദെൻ പിന്നെ ഏതാ? ഫ്രാഗ്മെൻറ്റേഷൻ, അപ്ലാനോസ്പോർ, സൂസ്പോർ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ എണ്ണമാണ് ഇവിടെ മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എസെഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം. പിന്നെ ഹയർ ആയിട്ടുള്ള ഇതിൽ ഓഫ്സെറ്റ്, അതൊക്കെ ഏതാ? ഹയർ ആയിട്ടുള്ള ഓർഗാനിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഹയർ ഓഫ്സെറ്റ് ഏതിലാണ്? പിസ്റ്റി ആൻഡ് ഐക്കോർണിയയിൽ കാണപ്പെടുന്നത് അല്ലേ. ദെൻ ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസ് ആർ നോട്ട് നെസറലി കോറിലേറ്റഡ് വിത്ത് ദെയർ സൈസസ് അല്ലേ. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസ് ആർ നോട്ട് നെസറലി കോറിലേറ്റഡ് വിത്ത് ദെയർ സൈസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സൈസ് അടിസ്ഥാനത്തിലല്ല നമുക്ക് ലൈഫ് സ്പാൻ പറയാൻ പറ്റുന്നത് അല്ലേ. അങ്ങനെയല്ല, ലൈഫ് സ്പാൻ സൈസ് അടിസ്ഥാനത്തിലാണെങ്കിൽ എലഫൻറ്റ് ലൈഫ് സ്പാൻ വളരെ കൂടുതലും അല്ലേ. ഡോഗിനൊക്കെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സ്പാൻ വളരെ കുറവ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, സൈസ് അടിസ്ഥാനത്തിൽ ഒരു കമ്പാരിസൺ ഇല്ല അല്ലേ. സൈസ് അടിസ്ഥാനത്തിലല്ല ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ദെൻ മാംഗോ ട്രീ ഹാസ് ഷോർട്ടർ ലൈഫ് സ്പാൻ ആസ് കമ്പയർഡ് വിത്ത് ഏതാ? പീപ്പിൾ ശരിയാണ്. നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗൻ ശരിയാണ്. കാര ഈസ് എ ഡയേഷ്യസ് ആൽഗെ. കാര ഡയേഷ്യസ് ആണോ? അല്ല. ടെസ്റ്റിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു പേജിൽ ഒരു പിക്ചർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പാരഗ്രാഫ് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട കുറേ സെൻറ്റൻസുകളൊക്കെ വരുന്നതാണ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഏരിയ. അതിൽ കൊടുത്തിട്ടുണ്ട് ഏതാ? റിലേറ്റഡ് വിത്ത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ഫംഗി ആൻഡ് പ്ലാന്റ്സ്. ഹോമോതാലിക് ആൻഡ് മൊണീഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്ത ബൈസെക്ഷൽ കണ്ടീഷൻ ആൻഡ് ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ് ഇൻഡിക്കേറ്റ് ചെയ്ത യൂണിസെക്ഷൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് സൈഡിൽ തന്നെ കൃത്യമായിട്ട് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് സെക്ഷുവാലിറ്റിയെക്കുറിച്ച്. അതിൽ പിക്ചറിൽ കൃത്യമായിട്ട് കാരയെക്കുറിച്ച് പറയും. കാര ഏതാണ്? മൊണീഷ്യസ് ആൽഗയാണ് ഏതാ കാര എന്ന് പറയുന്നത്. ഒരിക്കലും ഏതല്ല? ഡയേഷ്യസ് അല്ല. അപ്പോൾ മൊണീഷ്യസ് ആൽഗയാണ് കാര എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കാരയിൽ മൊണീഷ്യസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈം എന്താ? ഡയേഷ്യസ്. അപ്പോൾ ആൻസർ ഏത് വരുള്ളൂ? ഡോഗാണ് വരുള്ളൂ, ഡി ആണ് വരുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ് വരുള്ളൂ. അപ്പോൾ 14ൻ്റെ ആൻസർ ഏത് വരും? ഡി. ഇനി അടുത്ത് നോക്കുക. മാച്ച് ദ ലൈഫ് സ്പാൻ വിത്ത് ഓർഗാനിസം ഗിവൺ ബിലോ അല്ല. ലൈഫ് സ്പാൻ ഓർഗാനിസിൻ്റെ ലൈഫ് സ്പാൻ. അപ്പോൾ ഇതിൽ ലൈഫ് സ്പാൻ തന്നിട്ട് ടെസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പ്രിൻറ്റഡ് മാറ്റർ കൊടുത്തിരിക്കുക. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണ് എക്സാമിന് വരുള്ളൂ. അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് കുറേ ലൈഫ് സ്പാൻ കണ്ടെത്തുക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. എലഫൻ്റെ ലൈഫ് സ്പാൻ, റോസിൻ്റെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇത് കൃത്യമായിട്ട് വരുമ്പോൾ ഇതിൽ ആ പ്രിൻറ്റഡ് മാറ്ററിലുള്ളതാണ് വരാറുള്ളൂ. കാരണം അതിൽ പല ബുക്കിലും പല വിധത്തിലേക്കാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബനാനയുടെയൊക്കെയാണ് ചില ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 1 വർഷം തൊഴിൽ, ചില ബുക്കിൽ 25 ഇയേഴ്സ് വരെ കൊടുക്കുന്നത്. അപ്പോൾ 25 ഇയേഴ്സ് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ റൈസോമാണ്. ബനാന എന്ന് പറയുന്ന പെരനിയലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ റൈസോം പെരനിയലായിട്ട് കുറേ വർഷത്തോളം ലൈഫ് സൈക്കിളുള്ള ലൈഫ് സ്പാൻ ഉള്ളത് എന്നുള്ള രീതിയിൽ പെരനിയലായിട്ടുള്ള ബനാന കുറേ വർഷം അതിൻ്റെ റൈസോം അപ് ടു 25 ഇയേഴ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിൻറ്റഡ് മാറ്റർ കൊടുത്ത് 5 എണ്ണം പഠിക്കുക. പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ നിങ്ങൾക്ക് അറിയുന്നതാണ് എത്രയാണ്? 140 ഇയേഴ്സാണ്. ക്രോക്കോഡിൽ 60 ഇയേഴ്സ്. പിന്നെ ഏതാ? ക്രോ എത്രയാണ്? ഏതാ? 15 ഇയേഴ്സ്. ബട്ടർഫ്ലൈ ഏതാ? 1 to 2 വീക്സ്. ടോർട്ടോയ്സ് ഏതാ? 100 to 150 ഇയേഴ്സ് അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുള്ളൂ? ബി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പാരറ്റ് 140 ഇയേഴ്സ്. പിന്നെ ഏതായാലും ക്രോക്കോഡൈൽ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? 15 ഇയേഴ്സ്. ദെൻ ക്രോ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ആ ക്രോക്കോഡൈൽ ഏതാ? 60 ഇയേഴ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൻസർ ഏതാണ്? ബി ആണ്. ബോളാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് പെയർസ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് നോക്കാം.
അതിലൊക്കെ ജെമ്യൂൾ സ്പോഞ്ച് ശരിയാണ്. സൂസ്പോർട്സ് ക്ലാമിഡോമോണ ശരിയാണ്. കൊണീഡിയ പെനസീലിയം ശരിയാണ്. ഓഫ്സെറ്റ് ജിഞ്ചർ തെറ്റാണ് അല്ലേ. ഓഫ്സെറ്റ് ഏതാ, ജിഞ്ചറിലാണോ? അല്ല. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഏതിലേക്കാണ്? പിസ്റ്റി ആൻഡ് ഐക്കോർണിയലാണ് ഏതാ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് നോക്കാം. ഓർഗാനിസം ഡിഫർ സോ ഗ്രേറ്റ്ലി ഇൻ എക്സ്റ്റേണൽ മോർഫോളജി, ഇൻറ്റേർണൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജി അല്ലേ. അപ്പോൾ എത്ര സെൻറ്റൻസ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. ആ സെൻറ്റൻസ് റൈറ്റ് അല്ലേ? നിങ്ങൾ സെൻറ്റൻസ് ഒക്കെ ടെസ്റ്റിൽ വായിക്കാറില്ലേ? ഓക്കെ, അപ്പോൾ അതിൽ സെൻറ്റൻസ് റൈറ്റ് ആണ് അല്ലേ. ദെൻ ഓൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസ് ഹാവ് ടു റീച്ച് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഇൻ ദിയർ ലൈഫ് ബിഫോർ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ഷലി. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അതിൽ നമ്മൾ ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം 3 ഫേസ് ഉണ്ട്. ഒന്നാമത്തെ ഏതാ? ജുവനൈൽ ഫേസ്, രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തെ ഏതാ? സെനിസൺ ഫേസ്. അപ്പോൾ ഈ 3 ഫേസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ ജുവനൈൽ ഫേസ് അല്ലേ, സെക്ഷലി മച്യൂർ ആവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് ജുവനൈൽ ഫേസ്. പ്ലാന്റ്സിൽ നമുക്ക് എന്ത് പറയാം? ഫേസിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നും പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്ഷൽ മച്യൂർ ആവുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് എന്നുള്ളതാണ് സെൻറ്റൻസ് പറയുന്നത്. ശരിയാണ്. ദെൻ in non-primate mammals, the cyclical changes occur during reproductive phase are called menstrual cycle. Non-primates, primates അങ്ങനെ കാറ്റഗറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നില്ലേ? അപ്പോൾ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നതിൽ എന്ത് വരും? പ്രൈമേറ്റ്സ് പറയുന്നത് ഏതൊക്കെയാണ്? ഹ്യൂമൻ ബീൻസ്, ദെൻ പിന്നെ ഏതൊക്കെയായിരുന്നു? ചിമ്പാൻസി, ഏപ്സ്, മങ്കീസ് അതൊക്കെ വരുന്നത് അല്ലേ. നോൺ പ്രൈമേറ്റ്സ് ആണ് കൗ, ഡോഗ്, ഷീപ്പ്, റാറ്റ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നോൺ പ്രൈമേറ്റ്സിൽ ഏതാണ് ഈസ്റ്റർ സൈക്കിളും പ്രൈമേറ്റ്സിൽ ഏതാണ് മെൻസ്ട്രൽ സൈക്കിളാണ് അല്ലേ. അപ്പോൾ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നതിലാണ് മെൻസ്ട്രൽ സൈക്കിൾ വരേണ്ടത്. അപ്പോൾ ഇവിടെ പറയും നോൺ പ്രൈമേറ്റ്സ് മാമലിന് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. ദെൻ ബേഡ്സ് ഇൻ ക്യാപ്റ്റിവിറ്റി ലേ എഗ്സ് ത്രൂ ഔട്ട് ദി ഇയർ അല്ലേ. ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗൾട്രി ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പൗൾട്രി ഫാർമേഴ്സൊക്കെ ബേഡ്സിന് എഗ്ഗ് ലേ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അതിൽ ചില ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്ത് സീസണൽ ബ്രീഡറായിട്ടുള്ള ബേഡ്സിനെ എന്തായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും? കണ്ടിന്യൂസ് ബ്രീഡറാക്കി മാറ്റും അല്ലേ. അപ്പോൾ അതിൽ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് റൈറ്റ് ആണ്. അപ്പോൾ എല്ലാ സെൻറ്റൻസ് റൈറ്റ് ആണ്. ഏത് സെൻറ്റൻസ് ഒഴികെ? സി എന്ന് പറയുന്ന സെൻറ്റൻസ് ഒഴികെ ബാക്കി എല്ലാം റൈറ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതാ? എത്ര സെൻറ്റൻസ് ആണ് ഇൻകറക്റ്റ് എന്നാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ് ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഇൻകറക്റ്റ് കറക്റ്റ് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കുറേ വരുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഇൻകറക്റ്റ് കറക്റ്റ് ആ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണോ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് അല്ലേ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊക്കെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. താഴത്തെ സെൻറ്റൻസ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ബോൾഡ് ചെയ്ത് കൊടുത്തു. ഇൻകറക്റ്റും കറക്റ്റ് എന്നൊക്കെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ചില കുട്ടികൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ എന്ത് ചെയ്യും? ഏതൊക്കെയാണ് കറക്റ്റ് സെൻറ്റൻസ് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഓപ്ഷൻ അങ്ങ് എഴുതി വെക്കുക. അതിന് ശേഷമായിരിക്കും ബോൾഡ് ചെയ്തൊന്നും ശ്രദ്ധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴായിരിക്കും അത് ഇൻകറക്റ്റ് എന്നായിരിക്കും. പെട്ടെന്ന് വായിക്കുമ്പോൾ കറക്റ്റും തോന്നിപ്പോയി ഇല്ലേ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്തുക എന്നുള്ള പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക. നമ്മൾ സെൻറ്റൻസ് ക്വസ്റ്റ്യനൊക്കെ തരുന്ന സമയത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ആദ്യം ക്വസ്റ്റ്യൻ്റെ മുകളിൽ എന്താണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്ക് സമയം കിട്ടാതെയൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. നിങ്ങളത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അസേർഷൻ പറഞ്ഞിരിക്കുന്നു നോക്കുക. ഓൾ ദി ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ prior to the fusion of gamete include in the post fertilization അല്ലേ. prior to the fusion of gamete ഏതാ? പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ല, നമുക്കറിയാം അല്ലേ. പിന്നെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ഇൻക്ലൂഡ് ഗമീറ്റോജനസിസ് ആൻഡ് ഏതാ? എംബ്രിയോജനസിസ് ആണോ? അല്ല. കാരണം എന്താ? ഇത് രണ്ടും തെറ്റായിട്ടുള്ള. അസേർഷനും തെറ്റാണ്, റീസൺ തെറ്റാണ്. അതിന് കാരണം എന്താ? ഇപ്പോൾ നമുക്ക് 3 സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസിനെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? 3 തിരിക്കാം അല്ലേ. അപ്പോൾ അതിൽ 3 ഇവൻറ്റുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഇവൻ്റാണ് ഏതാ? പ്രീ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തെ ഇവൻ്റാണ് ഏതാ? ഫെർട്ടിലൈസേഷൻ. മൂന്നാമത്തെ ഇവൻ്റാണ് ഏതാ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അതിൽ പ്രീ ഫെർട്ടിലൈസേഷനിൽ 2 കാര്യങ്ങളുള്ള. ഒന്ന് ഗമീറ്റോജനസ്, രണ്ടാമത്തെ ഏതാ? ഗമീറ്റ് ട്രാൻസ്ഫർ. ഒന്ന് ഗമീറ്റോജനസ്, രണ്ടാമത്തെ ഗമീറ്റ് ട്രാൻസ്ഫർ അല്ലേ. പിന്നെ അതേമാതിരി തന്നെ ഓൾ ദി ഇവൻറ്റ്സ് വിച്ച് ഒക്കേഴ്സ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ് ഏത് വിളിക്കുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ. ദെൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടെ ഏതാ? ഓൾ ദി ഇവൻറ്റ്സ് വിച്ച് ഒക്കേഴ്സ് ബിഫോർ ഫെർട്ടിലൈസേഷൻ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇവിടെ കൊടുക്കുന്ന സെൻറ്റൻസ് എന്താ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റായിട്ട് എടുക്കേണ്ടി വരും. ദെൻ പിന്നെ അടുത്ത ഏതാ? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ഇൻക്ലൂഡ് ഗമീറ്റോജനസ് ആൻഡ് എംബ്രിയോജനസ്. ഗമീറ്റോജനസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ ആണ് വരേണ്ടത്, ഏതല്ല? എംബ്രിയോജനസിസ് എന്നല്ല. ഓക്കെ, അപ്പം ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. അപ്പോൾ ആൻസർ ഏതാ? ഡി, ഡോഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഐസോഗമീറ്റ്സ് ആർ ഫൗണ്ട് ഇൻ അല്ല. ഐസോഗമീറ്റ്, ഹോമോഗമീറ്റ്, ദെൻ ഹെട്രോഗമീറ്റ് അല്ലെങ്കിൽ അനിസോഗമീറ്റ്, ഇങ്ങനെയുള്ള ടേമുകൾ കേട്ടിട്ടുണ്ടാവും. ഐസോഗമീറ്റ് എന്ന് പറയുന്നത് ഏതാ? വെൻ ദ ഫ്യൂസിങ് ഗമീറ്റ്സ് ആർ സിമിലർ ഇൻ ദെയർ മോർഫോളജി. മോർഫോളജിക്കലി സിമിലർ ആണ് ഏതാണ്? ഏതാ? ഐസോഗമീറ്റ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഏതാ? ക്ലാഡോഫോറ ഐസോഗമീറ്റ് അല്ലെങ്കിൽ ഹോമോഗമീറ്റ് ആണ്. ദെൻ ഹ്യൂമൻ ബീൻസ്, ഫ്യൂക്കസ് ഒക്കെ ഏതാണ്? ഹെട്രോഗമീറ്റ് ആണ്. വെൻ ദ ഫ്യൂസിങ് ഗമീറ്റ്സ് ആർ ഡിസിമിലർ ഇൻ ദെയർ മോർഫോളജി ആണ്. മോർഫോളജിക്കലി ഡിസിമിലർ ആണെങ്കിൽ ഹെട്രോഗമീറ്റ്. അപ്പോൾ ഐസോഗമീറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ഏതിലാണ്? ക്ലാഡോഫോറ. ടെസ്റ്റിൽ കൃത്യമായിട്ട് പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട് ക്ലാഡോഫോറ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുക. വിച്ച് ഓർഗാനിസം കണ്ടെയ്ൻ ബോത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. 2 റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉള്ള ഏതിലാണെന്നുള്ളതാണ്
അപ്പോൾ അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ കേസിൽ അല്ലെ, ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്സ് ഫ്ലവറിങ് പ്ലാന്റ് ആണ്, ബോത്ത് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒറ്റ പ്ലാന്റിലുണ്ട്. അത് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകളുണ്ട്. ഏതൊക്കെയാണ്? കുക്കുർബിറ്റ്സ് ഉണ്ട്, പിന്നെ ഏതാ കോക്കോസ് ഏതാ കോക്കനട്ട് അല്ലേ. അപ്പോൾ കുക്കുർബിറ്റും കോക്കനട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഏതാ ബോത്ത് ആർ മൊണീഷ്യസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ പ്ലാന്റ് തന്നെയാണ്, ശരിയാണ്. ടൈപ്പ് വേം ആൻഡ് ലീവ്സ് അല്ലെ, ഹെർമാപ്രോഡൈറ്റ് ആനിമൽസ് എന്ന് പറയുന്ന കാറ്റഗറി ടൈപ്പ് വേം, ലീവ്സ്, എർത്ത് വേം, സ്പോൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് ആണ്. പിന്നെ സി ഏതാണ്? എർത്ത് വേം ആൻഡ് സ്പോൺസ് അല്ലേ. അപ്പോൾ ഹെർമാപ്രോഡൈറ്റ് ആണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഓൾ ദ എബവ് ആണ് ആൻസർ വരിക അല്ലേ. അപ്പോൾ നോക്കിയാൽ കുക്കുർബിറ്റ്സ്, കോക്കോസ് അതുണ്ട്. ദെൻ പിന്നെ ഏതാ? ടൈപ്പ് വേം ആൻഡ് ലീവ്സ്, ദെൻ എർത്ത് വേം ആൻഡ് സ്പോൺസ്. ഇതെല്ലാം ഏതാണ്? ബോത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ പ്രസൻറ്റ് ഇൻ എ സിംഗിൾ ബോഡിയാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഡി ആണ് വരിക, ഓൾ ദി എബവ്. ഓക്കെ. ദെൻ 2n ഓഫ് ഒഫിയോഗ്ലോസം, ബട്ടർഫ്ലൈ, ആപ്പിൾ ആൻഡ് ഡോഗർ അല്ലേ. ക്രോമസോം നമ്പർ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഒരു 14 എണ്ണാന്ന് എനിക്ക് തോന്നുന്നു. 14 എണ്ണത്തിൻ്റെ ഒരു ചാർട്ട് അവിടെ കൊടുത്തു. 14, 15, 14 തോന്നുന്നു. അപ്പോൾ അതിൽ ആ ചാർട്ട് കൃത്യമായിട്ട് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർട്ടിൽ കുറേ എണ്ണം കൊടുത്തത് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിൽ മിയോസൈറ്റ് അല്ലെങ്കിൽ ആ ബോഡിയിലെ ക്രോമസോം നമ്പർ, പിന്നെ ഗമീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ക്രോമസോം നമ്പർ എന്നൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒഫിയോഗ്ലോസ് നമുക്ക് അറിയുന്നതാണ് അല്ലേ. 2n കണ്ടീഷൻ ഓഫ് ആണ്. 2n അപ്പോൾ ഒഫിയോഗ്ലോസ് എത്രയാണ്? 1000 അല്ലേ, 260 ആണ് വരുന്നത്, 1260 വരുന്നത്. ദെൻ പിന്നെ ഏതാ? ബട്ടർഫ്ലൈ എത്രയാണ്? 380 ആണ്. ആപ്പിൾ എത്രയാണ്? 34 ആണ്. ഡോഗ് എത്രയാണ്? 78 ആണ് അല്ലേ. അപ്പോൾ റെസ്പെക്റ്റീവ്ലി നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഏതാണ്? സി ആണ്. പിന്നെ അത് കൂടാതെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒനിയൻ അത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. ഒനിയൻ ചില ബുക്കിൽ 32 കൊടുത്തിരിക്കും, ചില ബുക്കിൽ 16 കൊടുത്തിരിക്കും. അപ്പോൾ പുതിയ അഡീഷണലൊക്കെ 16 ആണ്, കൃത്യമായിട്ട് 16 ആണ്. പിന്നെ ചില വേരിയൻസിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും 16 ആണ് മിയോസൈറ്റിലെ ക്രോമസോം നമ്പർ. നിങ്ങൾ ഫസ്റ്റ് പ്രൈവറ്റ് കൊടുക്കുക. ദെൻ ഗമീസിൽ എത്ര കൊടുക്കുക? 8 കൊടുക്കുക. പിന്നെ ഒഫിയോഗ്ലോസ് തന്നെ, ഒഫിയോഗ്ലോസിൻ്റെ ചില സ്പീഷീസൊക്കെ 1262 എന്ന് പറഞ്ഞ ചില ബുക്കുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് 1260. ഇനി ഏതെങ്കിലും 1-2 സ്പീഷീസിലൊക്കെ 1262 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ സി ആണ്. ഒഫിയോഗ്ലോസ് 1260, ദെൻ ബട്ടർഫ്ലൈ ഏതാ? 360, ദെൻ ആപ്പിൾ ഏതാ? 34 ആൻഡ് ഡോഗ് ഏതാ? 78. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ പ്രത്യേകം എന്താ? അത് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് ഏറ്റവും കൂടുതൽ ഏതുണ്ടാക്കും എന്ന് പറയുന്നത് എന്താണോ പാരൻ്റ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഈക്വൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ. അതായത് എന്താണോ പാരൻ്റ് അതിൻ്റെ അതേ ക്വാളിറ്റി തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലനിർത്താൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതാണ് ഇറ്റ് എനേബിൾസ് റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക് വേരിയേഷൻ. റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഏതിനും ഇമ്പോർട്ടൻസേ ഇല്ല, എസ്പെഷ്യലി ഇല്ല അല്ലേ. അതിൻ്റെ മീനിങ് എന്താ? എസ്പെഷ്യൽ റീപ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം എന്താണ്? ക്ലോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് ആർ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി എക്സാക്ട്ലി സിമിലർ ടു ദ പാരൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാ? ആ വേരിയേഷൻ യാതൊരു സ്ഥാനമില്ല. അപ്പോൾ എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. ദെൻ ഇറ്റ് മീൻസ് പ്രൊഡ്യൂസിങ് എ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റിനോട് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള, അതായത് ഓൾമോസ്റ്റ് അല്ല, ജനറ്റിക്കലി ആൻഡ് മോർഫോളജി എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്തെങ്കിലും ക്ലോൺസ് വിളിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് റൈറ്റ് ആണ്. പിന്നെ അടുത്ത് നോക്ക്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് പ്രോജനി ആർ സേഫ് ഫ്രം അറ്റാക്ക് ഓഫ് ഡിസീസ് ഫ്രം ദ പെസ്റ്റ്. അത് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് ആൻഷ്യൻ്റ് പ്രാക്ടീസ്, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതിൽ മോസ്റ്റ് അങ്ങനെ പറയാമെങ്കിൽ പോലും ഏറ്റവും ഏതാ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് പറഞ്ഞ ഏതാ? ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് പ്രൊഡ്യൂസിങ് ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റിനോട് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ, അതാണ് ക്ലോൺസ് എന്നറിയപ്പെടുന്നത്. എസ്പെഷ്യൽ റീപ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റുകൾ വിളിക്കുന്ന പേരാണ് ഏതാ? ക്ലോൺസ്. വിച്ച് ആർ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി എക്സാക്ട്ലി സിമിലർ ടു ദ പാരൻറ്റ്. ഓക്കെ. അപ്പോൾ ആൻസർ ഏത് വരും? ബി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് നോക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണപ്പെടാത്ത ഏതാണെന്നാണ് അല്ലേ. അപ്പോൾ അതിലേത്? ആൽഗ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഫിഷ്, ആംഫീബിയൻസ് എല്ലാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് അല്ലേ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ വരുന്ന ഏതിലാണ്? ബ്രയോഫൈറ്റ്സ്. അപ്പോൾ നോട്ട് ഫൗണ്ട് ഇൻ അല്ലേ. അപ്പോൾ അതിലേത് കൊടുക്കാൻ പറ്റുള്ളൂ? ബ്രയോഫൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ഫൗണ്ട് ആണോ അതോ ഫൗണ്ട് ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ആദ്യം മനസ്സിലാക്കും. അപ്പോൾ നോട്ട് ഫൗണ്ട്. അപ്പോൾ ആൻസർ ഏതാ വരുള്ളൂ? ബ്രയോഫൈറ്റ് ആണ് വരുള്ളൂ. ഓക്കെ. ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ റെസ്പെക്റ്റീവ്ലി, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ റെസ്പെക്റ്റീവ്ലി അല്ലേ. ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ ഏതാ ഫോളോ ചെയ്യുന്നത്? ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇല്ല, ഏതുള്ളൂ? ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഓർഗാനിസിൽ എല്ലാം തന്നെ അങ്ങനെയാണ്. ഇനി പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ആൽഗ ഒഴികെയുള്ള ബാക്കിയെല്ലാം ഏതാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഇനി ആനിമൽസിലാണെങ്കിൽ ആംഫീബിയൻസ് ഒഴികെ അല്ലെ, ആംഫീബിയൻസ്, ഫിഷ് അങ്ങനെയൊക്കെയുള്ളത് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ് അല്ലേ. പിന്നെ സർവേ റേറ്റും ഇന്റേണലിലാണ് കൂടുതലുള്ളത്. അപ്പോൾ അതാണ് നല്ലൊരു രീതിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? ബി ആണ് കൊടുക്കാൻ പറ്റുന്ന ആൻസർ അല്ലേ. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ഇനി അടുത്ത് നോക്കുക. സിൻഗമി ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഈസ് ഫൗണ്ട് ഇൻ അല്ലെ. ഇൻസൈഡ് ദ ബോഡി എന്ന് പറയുമ്പോൾ സിൻഗമി അതേതാ?
ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് അല്ലേ. ഇപ്പോൾ റെപ്റ്റൈൽസ് ആൻഡ് ഫംഗി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ബേഡ്സ് ബ്രയോഫൈറ്റ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. മാമൽസ് ആൻജിയോസ്പേം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് ആൻസർ വരിക ഓൾ ദി എബോവ്, എല്ലാത്തിലും അല്ലേ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആൻസർ ഏതാ ഡി. ചൂസ് ദ പാർട്ട് ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് വിച്ച് ഈസ് റോങ് പ്ലോയിഡ്. തെറ്റായിട്ടുള്ള പ്ലോയിഡ് ഉള്ളത് ഏതാണെന്ന് എഴുതാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓവറി എന്ന് പറയുന്നത് 2n അല്ലേ. ഓവറി എന്ന് പറയുന്നത് 2n ശരിയല്ലേ. ആന്തർ എന്ന് പറയുന്നത് എന്നാണോ? ആന്തർ 2n ആണ്. അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മൈക്രോസ്പോർ പോളൻഗ്രെയിൻ മേൽഗമീറ്റ് ആണ് ഏതായിട്ട് വരുന്നത് എന്നായിട്ട് പറയുന്നത്. ആന്തർ ഏതാണ്? 2n ആണ്. ദെൻ എഗ് ഏതാണ്? n ആണ് അല്ലേ. പോളനായിരിക്കും. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഏതാണ്? 2n ആണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, പോളൻ ഗ്രെയിൻ n ആണ് അല്ലേ. പോളൻ ആണ്, പില്ലെന്നാണ് അവിടെ ഇരിക്കുന്നത്, അത് പോളൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ പോളൻ ആക്കാതെ n തന്നെയാണ്. അപ്പോൾ നോക്കുക, ഓവറി 2n ആണ്, എഗ് n ആണ്, പോളൻ n ആണ്. അപ്പോൾ ആന്തർ പക്ഷേ ഏതാണ്? 2n ആണ് വരുന്നത്. അപ്പോൾ ഇതിലേത് കൊടുത്തി? ആന്തർ n ആണ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് റൈറ്റ്. ആന്തർ 2n ആണ് വരേണ്ടത്. അതിന് പകരം ഇവിടെ ഏതാ കൊടുത്തിരിക്കുന്നത്? n എന്നാണ് കൊടുത്തത്. അപ്പോൾ റോങ് പ്ലോയിഡ് കാണിച്ചപ്പോൾ ആന്തർ ബി ആണ് ആൻസർ അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആ സ്പെല്ലിംഗ് തിരുത്ത്. പോളൻ എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നതിൻ്റെ ഹാപ്ലോയിഡ് n ആണ്. ഓക്കെ. ദെൻ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 27th ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ബൈസെക്ഷൽ ആനിമൽ. ബൈസെക്ഷൽ ആനിമൽ എന്ന് പറയുന്ന കാറ്റഗറി പെടുത്താൽ ബൈസെക്ഷൽ ആനിമൽ ഏതാണ്? ഹെർമാപ്രോഡൈറ്റ് ആനിമൽ ഏതാ? എർത്ത് വേം അല്ലേ. ദെൻ പിന്നെ ഏതാ? മിയോസൈറ്റ്. മിയോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ഗമീറ്റ് മദർ സെല്ലൊന്നും കൊടുക്കാമല്ലോ അല്ല. ഗമീറ്റ് പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള സെൽ വിച്ച് അണ്ടർഗോസ് മിയോസിസ്, അതാണ് എന്ത് വിളിക്കുന്നത്? മിയോസൈറ്റ്. ശരിയാണ്. അത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഇ കൊടുക്കുക അല്ലേ. മാച്ച്. ദെൻ മൊണീഷ്യസ് പ്ലാന്റ് അല്ലേ, അത് ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? കാര. മൊണീഷ്യസ് ആൽഗയാണ്. ദെൻ യൂണിസെക്ഷൽ ആനിമൽ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? കോക്രോച്ച്. ഡയേഷ്യസ് പ്ലാന്റ് ഏതാ? മാർക്കാൻഷ്യ. ദെൻ ബൈസെക്ഷൽ ഫ്ലവർ അല്ലേ. ടെസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്ഷുവാലിറ്റി സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് തെറ്റിക്കുന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, അത് ഫ്ലവർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചിലർ. അപ്പോൾ കൃത്യമായിട്ട് ടെസ്റ്റിൽ പിക്ചർ ഉണ്ട്. സെക്ഷുവാലിറ്റിയിൽ കൃത്യമായിട്ട് ഹെർമാപ്രോഡൈറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഏതാ അവർ കൃത്യമായിട്ട് പ്യുവർ ബൈസെക്ഷൽ ഫ്ലവർ ഏതാ? സ്വീറ്റ് പൊട്ടറ്റോയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് അടിസ്ഥാനത്ത് നോക്കുമ്പോൾ അതിൽ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? ഡി ആണ് ആൻസർ. അപ്പോൾ 27th ആൻസർ ഏതാണ്? ഡി ആണ്, ഡോഗ്. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. 27th ആൻസർ ഡി. ദെൻ 28th നോക്കുക. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ എമംഗ് സിംഗിൾ സെൽഡ് ഓർഗാനിസം ആൻഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് റിലേറ്റീവ്ലി കോംപ്ലക്സ് ഓർഗനൈസേഷൻ അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസം ശരിയാണ്. പക്ഷേ അടുത്ത സെൻറ്റൻസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റിലേറ്റീവ്ലി കോംപ്ലക്സ് ഓർഗനൈസേഷൻ പറ്റുമോ? ഇല്ല. റിലേറ്റീവിന് ഏതാ? സിമ്പിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ കോംപ്ലക്സ് പറ്റില്ല. ഓക്കെ. പിന്നെ ഇൻ ഈസ്റ്റ് ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ ആൻഡ് സ്മോൾ ബഡ്സ് ആർ പ്രൊഡ്യൂസ് and that remain attached initially to the parent cell which eventually gets separated and mature into new yeast organism. ശരിയാണ് അല്ലേ. ഡിവൈഡ് ചെയ്യാൻ അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ടാണ് ബെഡിങ് പോലെയുള്ള പ്രോസസ് നടന്നിട്ടാണ് ഈസ്റ്റിൽ. അത് ശരിയായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ അതിൽ എന്ന് പറയുന്ന സെൻറ്റൻസ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ എന്നല്ല സിമ്പിൾ ഓർഗനൈസേഷൻ പറഞ്ഞു. അപ്പോൾ അത് എന്ന് പറയുന്ന സെൻറ്റൻസ് തെറ്റാണ്. ബി ശരിയാണ് അല്ലേ. പിന്നെ അടുത്ത് നോക്കുക. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലേ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഹയർ പ്ലാന്റ്സ് വിളിക്കുന്ന വേറെ പേരാണ് ഏതാ? എസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ എസെക്ഷലിന് വേറൊരു പേരാണ് വെജിറ്റേറ്റീവ്. ശരിയാണ്. ദെൻ കാര ഇസ് ഡയേഷ്യസ് ആയിരിക്കും. തെറ്റാണ്. കാര ഏതാണ്? മൊണീഷ്യസ് ആണ് അല്ലേ. അപ്പോൾ ആൻസർ എയും ഡിയും തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഏത് കൊടുക്കാം? എ കൊടുക്കാം. ഓക്കെ. പിന്നെ അടുത്ത് നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പ്ലാന്റ് ഈസ് അൺഅഫക്റ്റഡ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ. അപ്പോൾ അതിൽ നോക്കാം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലാന്റ് ഈസ് അൺഅഫക്റ്റഡ് ഇൻ ബൈ വെജിറ്റേറ്റീവ് അല്ലേ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിക്കോട്ടെ അത് ഒരു വിധത്തിൽ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യില്ല. എന്താണോ പാരൻ്റ് അതിന് സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതിനെ അപ്പോൾ ശരിയായിട്ട് എടുക്കേണ്ടത്. ദെൻ പിന്നെ അടുത്ത് നോക്കാം. അടുത്ത സെൻറ്റൻസ്. റൈസോം ഇൻ ജിഞ്ചർ സെർവാസ് ആൻ ഓർഗൻ ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ റൈസോം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. റൈസോം എന്ന് പറയുന്നത് ജിഞ്ചറിലും ബനാനയിലേക്കുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ശരിയാണ്. ടോട്ടി പൊട്ടൻസി ഓഫ് സെൽസ് എനേബിൾ ആസ് ടു മൈക്രോ പ്രൊപ്പഗേറ്റ് പ്ലാന്റ്. മൈക്രോ പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടിയുള്ള ഏത് ക്യാരക്ടറാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? ടിഷ്യൂ കൾച്ചറിലെ മൈക്രോ പ്രൊപ്പഗേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്ലാന്റ് ക്യാരക്ടർ എന്താ? ടോട്ടി പൊട്ടൻസി. സെല്ലുലാർ ടോട്ടി പൊട്ടൻസി. പ്ലാന്റ്സിന് ഒരു സിംഗിൾ സെല്ലിന് ഹോൾ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? സെല്ലുലാർ ടോട്ടി പൊട്ടൻസി. അപ്പോൾ ആ സെല്ലുലാർ ടോട്ടി പൊട്ടൻസി ഉള്ളതുകൊണ്ടാണ് മൈക്രോ പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുന്നത്. ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാ? 3 ശരിയാണ്. 1, 2, 3 റൈറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ദെൻ വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അല്ലേ. അടുത്ത ക്വസ്റ്റൻ നോക്കുക. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ശരിയായിട്ടുള്ള സ്പോട്സ് ആർ
ഗമീറ്റ്സ്. സ്പോർട്സ് ഒരിക്കലും എന്തല്ല, ഗമീറ്റ്സ് അല്ല. സ്പോർട്സ് ആൻഡ് ഗമീറ്റ്സ് ആർ ഡിപ്ലോയിഡ്, തെറ്റാണ്. സ്പോർട്സും ഗമീറ്റ്സും ഹാപ്ലോയിഡ് ആണ്. ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്, ഗമീറ്റ് ഓൾവേസ് ഹാപ്ലോയിഡ് ആണ്, ശരിയാണ്. സ്പോർട്സ് ആർ ഓൾവേസ് ഡിപ്ലോയിഡ്, തെറ്റാണ്. സ്പോർട്സ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് ആണ്, ഗമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അതിൽ ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. അപ്പോൾ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? സി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്, അപ്പോൾ 30ൻ്റെ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? സി ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് 30 ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ നിങ്ങൾ ആ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ ഒരു 15 ക്വസ്റ്റ്യൻ കൂടെ അതിലുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന അസൈൻമെൻ്റ് ആയിട്ട്, അതായത് വേറെ അസൈൻമെൻറ്റുകളൊക്കെ നമുക്ക് തരാം, അത് നിങ്ങൾക്ക് തരും. അതല്ലാണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 15 ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു 15 ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്യാതെ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഏതാ അതിൻ്റെ കൺഫ്യൂഷനൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ ഇതാണ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അപ്പോൾ ഇതിൽ ഈ ഒരു യൂണിറ്റാണ് ഇത്, ഒരു റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം പറയുന്ന ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടെ പറയുന്നുണ്ട് അല്ലേ. ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഏതാ? പി മഹേശ്വരി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ പഞ്ചാനൻ മഹേശ്വരി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. പി മഹേശ്വരി, അയാളെ ഇൻസ്പയർ ചെയ്ത ഒരു ടീച്ചറെ കുറിച്ച് പറയുന്നുണ്ട്, ഡഡ്ജിയോൺ എന്ന് പറയുന്ന ഒരു ടീച്ചർ. പിന്നെ അത് കൂടാതെ അയാൾക്ക് കിട്ടിയൊരു സമ്മാനത്തെ ഒരു പ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് ഫെലോഷിപ്പ് ഓഫ് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ, FRS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് ഓർത്ത് FRS ലഭിച്ച ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അയാൾ പ്ലോയിഡി ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹാപ്ലോയിഡ് കൾച്ചർ എന്ന് പറയുന്നത്, ആന്തർ കൾച്ചർ എന്നൊക്കെ പറയുന്ന രീതിക്ക് തുടക്കം കിട്ടിയ ആളാണ്. ടിഷ്യൂ കൾച്ചറിന് ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നയാൾ പി മഹേശ്വരി. ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ ഹേബർലാൻഡാണ്. അപ്പോൾ ഇന്ത്യയിലെ ടിഷ്യൂ കൾച്ചറിനൊക്കെ തുടക്കം കുറിച്ച ആൾ. പിന്നെ അയാൾ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് NCERT കുട്ടികൾക്ക് വേണ്ടി, NCERT സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു NCERT ബയോളജി ടെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ ഒരു സയൻറ്റിസ്റ്റാണ് ആര്? പി മഹേശ്വരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വരാൻ FRS സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞ് വരാം. അപ്പോൾ FRS സ്റ്റാൻഡ്സ് ഫോർ എന്താ? ഫെലോഷിപ്പ് ഓഫ് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതിൽ ഞാൻ പറഞ്ഞില്ലേ, സപ്ലിമെൻ്ററി ലേണിങ്ങിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ അഡീഷണൽ ടെസ്റ്റ് കൂടെ തന്നെയാണ് സ്യൂഡോപോഡിയോസ്പോർ. അത് ഏതിലാണ് കാണപ്പെടുന്നതെന്ന് ഓർത്തിരുന്നത്? അമീബയിലാണ്. പിന്നെ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക സെൻറ്റൻസുകൾ, കാരണം സെൻറ്റൻസ് ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്തിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കും, നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സമയം നമുക്കിനി ജീവിതത്തിൽ തിരിച്ച് കിട്ടുന്നതല്ല, നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്. എന്താ വെച്ചാൽ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അല്ലേ. സാധാരണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പോലെ ഇഷ്ടംപോലെ സമയം +2 അസോസിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് എക്സാം എഴുതുമ്പം ഇഷ്ടംപോലെ സമയം കിട്ടുന്ന കാരണം നിങ്ങൾക്ക് പലർക്കും MBBSനൊക്കെ ഫസ്റ്റ് ചാൻസ് തന്നെ കയറി പോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് നന്നായിട്ട് റെഫർ ചെയ്ത് നന്നായിട്ട് NCERT ഒക്കെ വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.